സ്നേഹം എന്ന് പറഞ്ഞാൽ ദാ ഇതാണ്. രാവിലെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ഇറങ്ങിയ രണ്ടവന്മാരും കൂടെ എനിക്ക് ഉമ്മ തരുന്നുണ്ടോ. എന്തൊരു സ്നേഹമാണെന്നറിയോ. ഇവന്മാർ എവിടെ ഞാൻ പോണോ ആ വഴിക്ക് പോകുന്നോളും കേട്ടോ. ഇത് ഞാൻ അതിരാവിലെ ഇരുന്നിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊന്ന് ഇരുന്നതാണ് കേട്ടോ. ആ സമയത്തും എൻ്റെ കൂടെ ഇറങ്ങി എൻ്റെ കൂടെ തന്നെ വന്ന് ഇരിക്കുകയാണ് ഒരാൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി രാവിലത്തെ പണിയൊക്കെ തുടങ്ങിയേക്കാന്ന്. ഇന്നെന്തായാലും അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ സബോളയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തു കേട്ടോ. സബോള വാട്ടിയെടുത്തതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുട്ടക്കറി അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പില്ലാത്ത കറിയാണെന്ന് വിചാരിക്കേണ്ട. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കണം. കാരണം ഇവിടെ എല്ലാവർക്കും ചൂടോടെ അപ്പം കഴിക്കാനാണ് ഇഷ്ടമേ. അപ്പം ഞാൻ ഇന്നലെ തന്നെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചാടി വെളിയിൽ പോകുന്ന പരുവത്തിലാണ് മാവ് നിൽക്കുന്നത്. അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കുറുക്കിയൊക്കെ എടുത്തിട്ട് ഈ പരുവത്തിലാക്കി ഒരു അഭ്യാസവും കാണിച്ചിട്ട് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നിറയെ കുഴികളും കോമകളും കുത്തുകളും ഒക്കെയുള്ള നല്ല സൂപ്പറായിട്ടുള്ള അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടി ഒരുവിധം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ കൊണ്ടുവന്ന മങ്കടയുമായിട്ടായി ഉച്ചക്കത്തെ പരിപാടി. അങ്ങനെ ഉച്ചയ്ക്ക് മങ്കട വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് നമ്മുടെ മാവിൽ നിറച്ച് മാങ്ങ പിടിച്ച് കിടക്കുന്നു. എങ്കിൽ പിന്നെ മാങ്ങ ഇട്ട് മുളകിൽ അങ്ങ് മങ്കട വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഉച്ചക്കത്തേക്ക് മുളക് ഇട്ട മങ്കട കറിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് മാങ്ങയും കൂടി ചേർത്തപ്പോൾ ആഹാ എന്തായിരുന്നു ഒരു ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.